ഇനി മുതലപ്പുഴയിലെ ഒരു അപകട വാർത്തയിലേക്ക്. അവിടെ വീണ്ടും വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളും നീന്തിക്കയറി. സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുമുണ്ട്. അഖിൽ ഷാ അൻസാർ ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 6:15 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം മുതലപ്പുഴയിൽ വീണ്ടും നടന്നിരിക്കുന്നത്. അതായത് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരുന്ന വള്ളമാണ് ഈ മുതലപ്പുഴ തുറമുഖ കവാടത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഒരു അപകടത്തിൽപ്പെട്ട് മറിഞ്ഞത്. ഈ വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ ആ സമയം നീന്തി കയറുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ 2 വള്ളങ്ങൾ രാവിലെ തന്നെ മറിഞ്ഞ അപകടമുണ്ടായിരുന്നു. അതിനു മുൻപ് ഈ മുൻപത്തെ ദിവസവും ഇത്തരത്തിൽ ബോട്ട് മറിഞ്ഞ അപകടമുണ്ടായിരുന്നു. ഇത്തരത്തിൽ അപകടങ്ങൾ വീണ്ടും മുതലപ്പുഴയിൽ തുടർക്കഥയാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഏപ്രിൽ മാസം, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ വലിയ രീതിയിൽ തിരമാല ഉയരുന്ന ഒരു സാഹചര്യമാണ് മുതലപ്പുഴ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ തീരങ്ങളിലുള്ളത്. കൂടാതെ ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട മറ്റൊരു കാര്യം, ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഇന്നുകൂടി ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഈ 0.5 മുതൽ 1.6 മീറ്റർ വരെ തിരമാല ഉയരാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. ഒപ്പം 5 മീറ്റർ വരെ തിരമാല ഉയർന്നടിക്കാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സംസ്ഥാനത്തെ താപനിലയുമായി ബന്ധപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്ന് 12 ജില്ലകളാണ്, സംസ്ഥാനത്തെ 12 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. അത് ഈ ജില്ലകളിലൊക്കെ തന്നെ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.